നമ്മളിപ്പോൾ ദേ ശ്രീനഗർ പോണ വഴിയാണ്. ആദ്യമൊക്കെ നല്ല കട്ട ബ്ലോക്കും പിന്നെ പൊടിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല കുറേ അടിപൊളി ടണലുകൾക്ക് ശേഷം നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് വരുന്നത്. ആ വ്യൂ ആസ്വദിച്ച് പോകുന്ന പറഞ്ഞാൽ തന്നെ നല്ല രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് മഞ്ഞൊക്കെയും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തൊട്ടടുത്തല്ലെങ്കിലും ദൂരെയിലെ ആ മലമുകളിലും മഞ്ഞൊക്കെയും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ഫീലാണ്. അങ്ങനെ ശ്രീനഗറിലുള്ള മൊത്തം മഞ്ഞും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ആ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തണുപ്പൊക്കെ ചെറുതായിട്ട് കൂടി തുടങ്ങുന്നുണ്ട്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഏകദേശം ടൗണൊക്കെ എത്താറാകുമ്പോഴായിരിക്കും കട്ട ബ്ലോക്ക് കയറി വരുന്നത്. ടൂറിസ്റ്റുകളൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശ്രീനഗറാണ് പോണത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല ബ്ലോക്കായിരിക്കും. പിന്നെ ഞാൻ എക്സ്പെർട്ട് സ്റ്റുഡൻ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടിച്ച് കയറി കടന്ന് കയറി. പിന്നെ ട്യൂട്ടൻ ആയതുകൊണ്ടും എക്സ്പെർട്സ് ആയതുകൊണ്ടുള്ളൊരു ഗുണമാണ് ഓഫ് റോഡൊക്കെ ചാടിച്ചു എന്നുള്ളത്. അങ്ങനെ കുറേ ചാടിച്ചു പോലേക്കും ചാടിച്ച് കയറി. അപ്പോഴാണ് ഹൈവേയിൽ ഒരാൾ കൈ കാണിച്ചു നിർത്തിയത്. എറണാകുളം. Srinagar. Which part? Not decided. Not decided? Yeah. I got an accommodation in Dal Lake. No, I have a person in Srinagar. You have a person? Yeah. If you don't have, I have a house book. Yeah, I have a person in Srinagar. I have not decided. He is the person who is deciding where I am No staying. problem if you have a person there, no problem. But if you don't have, I have a good accommodation. Okay, no problem. He is there. Best of luck. Okay, thank you, bro. അങ്ങനെ ശ്രീനഗർ ടൗൺ എത്തി. പിന്നെ ശ്രീനഗറിൽ ഒരു റൂം എടുത്ത് വണ്ടി ഫൈനലായിട്ടൊരു സെറ്റിംഗ് ആണ്. കാരണം ശ്രീനഗറിൽ മാത്രമായിരിക്കും ഇനി നേരെ ചൊവ്വേ വണ്ടി പണിയാൻ പറ്റുന്നൊരു സ്ഥലം. അപ്പോൾ വണ്ടി ബേസിക്കായിട്ട് ഫുള്ളി ഒന്ന് സെറ്റാക്കി അതിനുശേഷം നേരെ ശ്രീനഗർ ടൗണിലേക്ക് പോയി. അവിടെ നിന്ന് ഇനി മുതൽ പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും തണുപ്പിലേക്കാണ്. അപ്പോൾ അതിന് പറ്റിയ ഗ്ലൗസും വാങ്ങിച്ചു. പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് തെർമൽസൊക്കെ വാങ്ങിച്ച് ഇനി നേരെ കാർഗിലേക്ക് പോകാനുള്ള രീതിയിലാണ് പ്ലാൻ.